ബംഗാളിൽ ഫലപ്രഖ്യാപനമുണ്ടായാലും ആഴ്ചകളോളം 2400 കമ്പനി അർദ്ധ സൈനിക വിഭാഗത്തെ ബംഗാളിൽ തന്നെ വിന്യസിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അമിത്ഷാ പറയാനുള്ള ഒരു പ്രധാന കാരണമുണ്ട്. അതായത് പശ്ചിമ ബംഗാളിൽ BJP വിജയിച്ചാൽ വൻതോതിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ ഗുണ്ടകളായ ജിഹാദികൾ മാത്രമല്ല അണിനിരക്കാൻ പോകുന്നത്. മെയ് 4-ന് വോട്ടെണ്ണൽ കഴിഞ്ഞ് BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കലാപത്തിൽ വരാൻ പോകുന്നത് പാകിസ്ഥാൻ സേനയുടെ പരിശീലനം ലഭിച്ച മിലിറ്ററി നിലവാരത്തിലുള്ള ആയുധങ്ങളേന്തിയ ജിഹാദി കൂട്ടങ്ങളായിരിക്കും. അതിനാൽ ഈ കലാപത്തിൽ വലിയ തോതിൽ ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ തന്നെ ഹിന്ദു വേട്ടയിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ബംഗാളിൽ തമ്പടിക്കുന്ന ജിഹാദി സംഘങ്ങൾ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. മുർഷിദാബാദിലും അതോടൊപ്പം തന്നെ 24 പർഗാനാസിലുമൊക്കെ ഈ ഹിന്ദു വേട്ട നിർബാധം തുടരുകയാണെന്ന് പറയുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ ഒരു കലാപം, അതാണ് തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ ഗുണ്ടകളുടെയും പ്രധാന ലക്ഷ്യം. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക. പശ്ചിമ ബംഗാളിൽ മമതയുടെയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെയും സഹായത്തോടെ വളരുന്ന കുറച്ച് ഗുണ്ടകൾ പശ്ചിമ ബംഗാളിൽ ഉണ്ട്. അവരുടെ ഒരു സംഘർഷം ഒരു ഘോഷയാത്ര പോലെ അവർ നടത്തുമെന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പക്ഷേ മെയ് 4-ന് വോട്ടെണ്ണി കഴിഞ്ഞ് BJP അധികാരത്തിലെത്തിയാൽ ഉണ്ടാകാൻ പോകുന്നത് സമാനതകളില്ലാത്ത ഒരു കലാപമായിരിക്കും. പാകിസ്ഥാൻ സേനയുടെ പരിശീലനം ലഭിച്ച മിലിറ്ററി നിലവാരത്തിലുള്ള ആയുധങ്ങളുമേന്തി ബംഗ്ലാദേശിൽ നിന്നുള്ള ജിഹാദി കൂട്ടങ്ങൾ അങ്ങേയറ്റം അപകടകാരികളായി മാറും. ഇവരാണ് ഇന്ത്യയുടെ അതിർത്തി കടന്നുവന്ന് വൻതോതിൽ കലാപം വിതയ്ക്കാൻ പോകുന്നത്. പശ്ചിമ ബംഗാളിൽ ആക്രമണം നടത്താൻ വേണ്ടിയാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ ബോംബുകളും ആയുധങ്ങളുമെല്ലാം സൂക്ഷിച്ചു വെച്ചത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് സ്ക്വാഡും അർദ്ധ സൈനിക വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് ഇതെല്ലാം പിടിച്ചെടുത്തത്. നിലവിൽ പ്രശ്നം ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ തന്നെ, അതായത് അന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ NIA അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി ഒരു കത്ത് NIAയുടെ ആസ്ഥാനത്തേക്ക് അവർ അയച്ചു. അങ്ങനെ ഒരു ഒഫീഷ്യൽ ലെറ്റർ തന്നെ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. നിലവിൽ NIAയുടെ ഒരു ടീം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നോക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അവർ ഈ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ബോംബ് കണ്ടെടുത്തതും ആയുധങ്ങൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള FIR രജിസ്റ്റർ ചെയ്ത് പരിശോധനകളൊക്കെ അവർ നടത്തും. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അജയ് പാൽ ശർമ്മ പോലുള്ള IPS ഉദ്യോഗസ്ഥരെ ഇപ്പോഴേ കേന്ദ്രം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിരിക്കുന്നത്. ഈ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെ പിൻവലിക്കണമെന്ന മമതയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. ഈ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അജയ് കുമാർ ശർമ്മയാണ് ഈ മമതയുടെ കിങ്കരന്മാരെയെല്ലാം തോക്കിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് പേടിച്ച് വിരട്ടിപ്പിച്ച് മര്യാദയ്ക്ക് ഒരിടത്ത് അടക്കിയിരുത്തിയത്. അതിന്റെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു കളി മമതയ്ക്കും പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ തൃണമൂൽ കോൺഗ്രസിന്റെയും മമതയുടെയും സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ വളരുന്ന ഒട്ടനവധി ഗുണ്ടകളുണ്ട്. ഇവർക്കൊക്കെ സപ്പോർട്ട് കിട്ടുന്നത് പാകിസ്ഥാനിൽ നിന്നും ISIൽ നിന്നും അടക്കം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വേര് മുറിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇനി മെയ് 4-ന് ശേഷം ഇനി BJP നടത്താൻ പോകുന്നത്. കാരണം ഉത്തർപ്രദേശിൽ ഇതേപോലെ പാകിസ്ഥാന്റെ ISIയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് അജിത് ഡോവലും അതോടൊപ്പം തന്നെ മോദിയും അമിത്ഷായും കൂടെയൊക്കെ ചേർന്നിട്ട് ഗ്രീൻ ലീഫ് എന്നൊരു പദ്ധതി, അതായത് ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് എന്നൊരു പദ്ധതി കൊണ്ടുവരികയും നോട്ടുകൾ നിരോധിച്ച് 500-1000 നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് അന്നൊരു ഉത്തരവിറക്കിയത്. അങ്ങനെ പശ്ചിമ ബംഗാളിൽ BJP അവിടെ ഉത്തർപ്രദേശിൽ അങ്ങനെ BJP വരുന്നു. അങ്ങനെയാണ് അവിടെ ഗുണ്ടകളെ മൊത്തത്തിൽ അങ്ങനെ തൂത്ത് തുറച്ചു കളഞ്ഞത്. ഇതേപോലെ പശ്ചിമ ബംഗാളിലും ഇനി ഈ ഗുണ്ടകളെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി അല്ലെങ്കിൽ തൂത്ത് അല്ലെങ്കിൽ അവർ എൻകൗണ്ടർ ചെയ്യേണ്ട ഒരാവശ്യം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കിയതോടുകൂടിയാണ്, അതായത് പശ്ചിമ ബംഗാൾ BJP തന്നെ ഭരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതാണ് മമതയ്ക്ക് ഇപ്പോൾ ഒരു പിരിയടക്കം പോലെ മമത കടന്ന് വട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.